ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെയും കുഴപ്പമൊന്നുമില്ലാതെ തന്നെ പോകുന്നു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ ജലദോഷവും തുമ്മലിനൊക്കെ നല്ല ആശ്വാസമുണ്ട്. രാത്രി ഒരു ടാബ്ലറ്റും കൂടെ കഴിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങിയപ്പോൾ ഉണ്ടല്ലോ എല്ലാം ഒരുവിധം മാറിയിട്ട് രാവിലെ എണീറ്റതുണ്ടല്ലോ ഒരു ചായ കുടിക്കാമെന്ന് കരുതി. ഇന്ന് ഞായറാഴ്ചയാണ്, പിള്ളേർക്കൊന്ന് സ്കൂളിൽ പോകണം. മൂത്ത മോൻ ഉച്ച കഴിഞ്ഞ് സ്കൂളിൽ പോകണം കേട്ടോ. സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടാണ് ഈ ചായയൊക്കെ ഇടുന്നത്. എന്നാലും രാവിലെ എണീറ്റത് ഇന്ന് ഞാൻ ചായ ഇട്ടെന്ന് കുടിച്ചു കേട്ടോ. ഇന്നത്തെ ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് എന്താ കരുതുകയെന്ന് വെച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഡാൽ കറി ഉണ്ടാക്കാമെന്ന് കരുതി. ഒരു നോർത്ത് ഇന്ത്യൻ ആഹാരമാണ് ഈ ഡാൽ. ഞാൻ പിന്നെ പല പരിപ്പുകൾ ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ആ പരിപ്പുകളൊന്നും ഇല്ലാത്തത് കൊണ്ടുണ്ടല്ലോ ഞാൻ ഈ സാമ്പാറിനിടുന്ന പരിപ്പാണ് എടുത്തത്. നല്ല വൃത്തിയാവണ്ണം കഴുകി 2-3 പ്രാവശ്യം കഴുകി കുക്കറിലിട്ടു. അതിൻ്റെ കൂടെ തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്തു. എന്നിട്ടുണ്ടല്ലോ നല്ല രീതിക്ക് നമ്മൾ ഈ മുളക് പൊടി ഒന്നും ചേർക്കാത്തത് കൊണ്ട് ആവശ്യത്തിന് എരിവിന് പച്ചമുളക് ചേർക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ പച്ചമുളക് തീർന്നു പോയി. പിന്നെ പ്രശ്നമില്ലല്ലോ, വീട്ടിൽ കാന്താരി ഉണ്ടല്ലോ. അങ്ങനെ കാന്താരിയൊക്കെ പിച്ചിയെല്ലാം കാന്താരി പിച്ചിക്കൊണ്ട് നിന്നപ്പോഴുണ്ടല്ലോ ഇഷ്ടം പോലെ നിൽക്കുന്നു. അടുത്ത് ചെന്നപ്പോഴാണ്, ഇത് ചെറുതല്ലേ, അങ്ങനെ നോക്കിയപ്പോൾ നിറച്ച് നിൽക്കുന്നു കേട്ടോ. അങ്ങനെ കുറച്ചൊരു 10-20 മിനിറ്റ് എടുത്തു കേട്ടോ. എല്ലാം ഞാൻ പിച്ചിയെടുത്തേ. എന്നിട്ട് ഞാനൊരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചു. ഇനി മറ്റേ പച്ചമുളകില്ല, വലിയ പച്ചമുളകല്ലേ നമ്മൾ സാധാരണ വാങ്ങിക്കുന്നത്, അത് വാങ്ങിക്കണ്ടല്ലോ, കാര്യം ഇതുണ്ടല്ലോ എന്ന് കരുതി അതെല്ലാം എടുത്ത് പാത്രത്തിലിട്ട് ഞാൻ അടച്ചു വെച്ചേ. എന്നിട്ട് കുറേ അധികം കാന്താരി ഇട്ടു കേട്ടോ. കാര്യം എരിവ് നല്ലതാണ്. എനിക്ക് ഈ കറികൾക്കൊക്കെ എരിവ് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ മുളക് പൊടി, ഈ കുരുമുളക് പൊടി ഒന്നും ചേർക്കാത്ത കറികൾക്കാവുമ്പോൾ ഇത് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇതെല്ലാം അടച്ചു വെച്ച് ഒരു 2 വിസിലടിച്ചു കേട്ടോ. അപ്പം നോക്കിയപ്പം തുറന്നപ്പോൾ ഉണ്ടല്ലോ നല്ല രീതിക്ക് ഇതെല്ലാം വേവണം. ഇതിങ്ങനെ കിടക്കരുത്, ഇതെല്ലാം നല്ല വേവണം കേട്ടോ. അങ്ങനെ വെന്ത് നല്ല ഉടഞ്ഞ പരുവത്തി കിട്ടി. ഇതുണ്ടല്ലോ നമുക്ക് ചോറിൻ്റെ കൂടെയും ഉച്ചയ്ക്ക് കഴിക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്. ഒരു പപ്പടം കൊണ്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. എന്നിട്ടുണ്ടല്ലോ ഞാൻ കടുക് താളിച്ചു. ഇതിനകത്ത് പക്ഷേ ഞാൻ ഉള്ളി ഇട്ട് കേട്ടോ. ഉള്ളി, വറ്റൽമുളക്, കരിവേപ്പില എല്ലാം ചേർത്ത് കടുക് താളിച്ച് വച്ചു. പല സ്ഥലങ്ങളിൽ പല തരത്തിലാണ് ഈ കറി വെക്കുന്നത്. ചിലർ ഇതിനകത്ത് മുളക് പൊടി ചേർക്കും, ചിലർ ഇതിനകത്ത് കുരുമുളക് പൊടി ചേർക്കും, ചിലർ ഇതിനകത്ത് കടുകെണ്ണയിൽ കടുക് താളിച്ചൊക്കെ ചേർക്കും കേട്ടോ. ഇതൊന്നും എനിക്ക് ആ മുളക് പൊടി ചേർക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതിന് പകരം പച്ചമുളക് ചേർത്തുള്ള കറിയാണ് എനിക്കിഷ്ടം. ഇതേ നോക്കി നല്ല പരുവത്തിനായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കാമെന്ന് കരുതിയത്. അങ്ങനെ പോയി ചെന്നിരുന്ന് TV ഒക്കെ കണ്ടിരുന്ന് ചപ്പാത്തിയുടെ മാവ് ഒഴിച്ചിട്ട് എൻ്റെ സമാധാനത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് കേട്ടോ. കാര്യം ഞായറാഴ്ചയല്ലേ, മക്കൾക്കൊന്നും പോകണ്ടല്ലോ. അങ്ങനെ TV ഒക്കെ കണ്ട് സമാധാനത്തിൽ മാവൊക്കെ കുഴച്ചു കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ മാവ് കുഴയ്ക്കുന്നതേ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല, വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ചപ്പാത്തിയും ഡാൽ കറിയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. മീൻ വന്നു, ഇന്ന് കണവയാണ് വാങ്ങിച്ചത്. അധികം ഒന്നും വാങ്ങിച്ചില്ല, കുറച്ചേ വാങ്ങിച്ചുള്ളൂ. എന്നിട്ട് അത് വേഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വേഗം കട്ട് ചെയ്തെടുത്തു. ഇന്ന് കറിയൊന്നും ആക്കാൻ നോക്കുന്നില്ല കേട്ടോ, ഞാനൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ സാധാരണ രീതിയിൽ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടില്ല. അങ്ങനെ കുറച്ചെടുത്ത് ആ പാത്രത്തിലിട്ട് കുരുമുളകും നിറയെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നല്ലവണ്ണം ചതച്ചെടുത്തു കേട്ടോ. എന്നിട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടു കേട്ടോ. ഈ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടട്ടെ എന്ന് കരുതി തന്നെയാണ്. അങ്ങനെ എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നല്ല വൃത്തിയാണ് ആ മസാലയെല്ലാം പുരട്ടുന്ന രീതിയിൽ എടുത്തിട്ടുണ്ടല്ലോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമായ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു വിനാഗിരിയിൽ കിടന്ന് വേവുന്നതിൻ്റെ ആ ഒരു മണം ഒരു പ്രത്യേക തരമാണ്. അത് ഇനി ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു വ്യത്യസ്തമായൊരു രുചിയാണ്. അങ്ങനെ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ വാരിയൊക്കെ എല്ലാം കൂടെ ഇട്ട് കേട്ടോ. എന്നിട്ട് ചെറു തീയിലാണ് വെച്ചത്. കാര്യം ഇതിനകത്ത് നല്ല വേവുണ്ടല്ലോ, സാധാരണ കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുന്നില്ല, അതുകൊണ്ട് വേവുണ്ടല്ലോ എന്ന് കരുതി ഞാൻ ചെറു തീയിൽ കുറേ നേരം വെച്ചു കേട്ടോ. ഈ കണവ, കൊഞ്ച്, ഞണ്ട് ഇതൊക്കെ വയ്ക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേകതരം രുചിയാണ്. അത് മറ്റുള്ള മീനുകൾ വയ്ക്കുന്നത് പോലെ ആവത്തില്ല. ഇത് ഏത് രീതിയിൽ വെച്ചാലും നല്ലതാണ്. അതായത് ഇത് കൊഞ്ച് തീയൽ വെച്ചാലും, ഞണ്ട് തേങ്ങ അരച്ച് വെച്ചാലും, കണവ എങ്ങനെ വെച്ചാലും അതിനൊക്കെ ഒരു പ്രത്യേകതരം രുചിയാണ് കേട്ടോ. പക്ഷെ സത്യം പറയാമല്ലോ, നല്ല മണം. ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയപ്പോൾ തന്നെ ആ വെളുത്തുള്ളിയുടെ മണമാണ് കേട്ടോ നല്ല രീതിയിൽ വരുന്നത്. ആ വിനാഗിരിയുടെ നല്ല, സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്തോ ഈ പറയുന്നത്. എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ മണത്തിലൂടെ അറിയാം അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോഴുണ്ടല്ലോ മോൻ വന്നു, അമ്മയെ ടേസ്റ്റ് നോക്കാനൊന്ന് താന്നും പറഞ്ഞ് ഞാൻ വായി വെച്ച് കൊടുത്തു കേട്ടോ. ഇതെല്ലാം വായി വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. ഞാനും എൻ്റെ അമ്മയടുത്ത് ഇങ്ങനെ പോയി നിൽക്കും കേട്ടോ. അമ്മ എനിക്കിത് വായിൽ വെച്ച് രുചി നോക്കാൻ തരും. നേ നോക്കി നല്ല രീതിയിലുണ്ട്. പക്ഷേ ഉണ്ടല്ലോ കുറച്ച് കാര്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വെന്ത് വന്നപ്പോൾ ഒന്നും തന്നെ ഇല്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതെൻ്റെ 2 മക്കൾക്കും തിന്നാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ ഇന്നലത്തെ ദിവസം ഓല വെട്ടി വെച്ചു എന്ന് പറഞ്ഞില്ല, അതെല്ലാം ഒന്ന് ഈർക്കിലിരിയാന്ന് പറിച്ച് കുറച്ച് നേരം പോയിരുന്ന് ഇരിഞ്ഞു കേട്ടോ. കുനിഞ്ഞിരുന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് നല്ല പെടൽ വേദനയുണ്ട് കേട്ടോ. അതിന്ന് രാത്രി ആകുമ്പോൾ ഇനി എന്താവും എന്നറിയത്തില്ല. എങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ വളരെ ഇഷ്ടമാണ്.
എൻ്റെ കൊച്ചിലത്തെ കാലത്തുണ്ടല്ലോ അമ്മ ഇങ്ങനെ ഈർക്കിലിരിക്കും കേട്ടോ. അപ്പോഴുണ്ടല്ലോ ഞാൻ ആ ഇരിഞ്ഞിട്ട ഓലക്കാലുണ്ടല്ലോ, ഓലയുടെ അടുത്ത് പോയി ചെന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കും കേട്ടോ, ഓലയുടെ പുറത്ത്. അപ്പോൾ എന്നെ ഒട്ടിക്ക് നീ പൊടിയെന്നും പറഞ്ഞു. പക്ഷേ ഉണ്ടല്ലോ ഇതെല്ലാം എരിഞ്ഞിട്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ദാഹം. ഞാൻ പോയൊരു ലസ്സി അങ്ങ് അടിച്ചു കുടിച്ചോട്ടെ, തൈര് പഞ്ചസാര ചെറിയൊരു ഉപ്പും ചേർത്ത് ഞാൻ മിക്സിയിലടിച്ചു. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇതാണ് കേട്ടോ. ഞാൻ കൂടെ ഉണ്ടാക്കി കൊടുക്കും, ശരീരത്തിന് നല്ലതാണ്. അങ്ങനെ മോന് ട്യൂഷന് പോകാൻ സമയമായി. ഞാൻ സ്കൂളിൽ പോകുന്നതെന്നാണ് നേരത്തെ പറഞ്ഞത്, പക്ഷേ എൻ്റെ മിസ്റ്റേക്കാണ്, ട്യൂഷനാണ്. അങ്ങനെ മോന് ചോറും കണവയൊക്കെ കൊടുത്തു, അവന് ട്യൂഷന് പറഞ്ഞു വിട്ടു. പിന്നെ സ്കൂളിൽ നിന്നാണ് പറയുന്നത്. അങ്ങനെ ട്യൂഷനൊക്കെ പറഞ്ഞു വിട്ട് ആ ഈർക്കിലെല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ. ഒരു 1.5 മണിക്കൂറോളം എനിക്ക് എടുത്തു. എന്നിട്ട് എല്ലാം റെഡിയാക്കി കഴിച്ച് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല, പിന്നെ അത് നാളത്തേക്ക് ഇട്ടിരുന്നാൽ അത് പിന്നെ അവിടെ കിടക്കാം. അങ്ങനെ എല്ലാം ഇരുന്ന് തന്നെ ഇങ്ങ് റെഡിയാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു കുന്ന് തുണി ഉണ്ടായിരുന്നു മടക്കാൻ, അതെല്ലാം മടക്കി വെച്ചു. പിന്നെ ഒരു ബോക്സ്, ഒരു പ്രത്യേക ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, ബക്കറ്റ്. വീട്ടിലെടുത്ത തുണികളെല്ലാം ഞാൻ അതിനകത്താണ് മടക്കി വെക്കുന്നത്. അങ്ങനെ അതെല്ലാം മടക്കി വൃത്തിയാക്കി വെച്ചു, എൻ്റെത് പ്രത്യേകം വെച്ചു. അങ്ങനെ എല്ലാം റെഡിയാക്കി ഒരുവിധം ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുവിധം അല്ല, ഒരു 3/4% ജോലികൾ ഞാനിന്ന് തീർത്തു കേട്ടോ. സാധാരണയുണ്ടല്ലോ ഞാൻ അന്നങ്ങ് മടക്കി വെക്കുന്നതാണ്, പക്ഷേ ഇത് ഒരു ദിവസം എനിക്ക് ചെയ്യാൻ പറ്റില്ല, അതിൻ്റേതാണ് കൂടുതൽ. പിന്നെ ഇത് ഇന്നും കൂടി ഇട്ടിരുന്നാലുണ്ടല്ലോ അതിൽ കൂടും. എന്നിട്ടുണ്ടല്ലോ ഞാൻ വേഗം പോയിന്ന് റെഡി ആയി കേട്ടോ, എനിക്ക് കൊട്ടിയം മരുന്ന് പോകണമേ. അങ്ങനെയുണ്ടല്ലോ ഒരുങ്ങിയിട്ട് വന്നിട്ട് ഞാനൊരു സെൽഫിയൊക്കെ എടുത്തിട്ട്, അങ്ങനൊന്നും ഞാൻ സെൽഫി എടുക്കാറില്ല, എന്തോ തോന്നി ഞാനൊരു സെൽഫിയൊക്കെ എടുത്തു. എന്നിട്ടുണ്ടല്ലോ കൊട്ടിയത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴുണ്ടല്ലോ മഴയെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, പെരുമഴ. 6:30 ആയതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നോക്കി ഒരു 10 മണിയുടെ ലക്ഷണമുണ്ട്. എന്നിട്ട് ഞാൻ ആ കടയിൽ കയറി നിന്നു കേട്ടോ. ഞാൻ മാത്രമല്ല, ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തോന്നിയതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. കാര്യമുണ്ടല്ലോ എങ്കിലും നനഞ്ഞു വാരി. കാര്യമെന്ന് വെച്ചാൽ ഇനി ഒന്നുമില്ല, ഇങ്ങനെ സാധനങ്ങളൊക്കെ ബിഷോപ്പറിനകത്തൊക്കെ വെച്ച് ഞാൻ വലിച്ചെടുത്തുകൊണ്ടൊക്കെ വന്നു. എന്നിട്ടുണ്ടല്ലോ ഞായറാഴ്ച കൊണ്ട് തന്നെ മക്കൾക്ക് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങിക്കും കേട്ടോ. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ചിക്കനുമാണ് വാങ്ങിച്ചത്. എനിക്കുണ്ടല്ലോ സ്പെഷ്യൽ ചിക്കൻ കുറുമ വാങ്ങിച്ചു. എനിക്ക് ആ കടയിലെ ചിക്കൻ കുറുമ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന കടയാണ്. എന്നിട്ട് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ മോൻ പഠിച്ചുകൊണ്ടിരിക്കണം, അവനോട് പോയി ചെന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ അടുക്കളയിൽ പോയി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. കഴുകാതെ കിടന്നാലുണ്ടല്ലോ രാവിലെ എണീറ്റ് അടുക്കളയിലോട്ട് വരുമ്പോഴല്ലോ കാണുമ്പോഴും എന്തോ ഒരു ഇതാണ്. പിന്നെ അന്നത്തെ ദിവസം മൊത്തം പോകുമ്പോൾ ഞാൻ എൻ്റെ കാര്യമാണേ പറഞ്ഞത്, എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല, പ്രത്യേകിച്ചും കമൻറ്റ് ഇട്ട് ഇതാക്കുകയും ചെയ്യരുത്. ഞാൻ എൻ്റെ രീതിയാണ് പറഞ്ഞത്. എല്ലാം ചെയ്ത് വെച്ചാൽ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു ഇതാണ്, നമുക്കൊരു എനർജിയാണ് പോസിറ്റീവായിട്ട്. എന്നിട്ടുണ്ടല്ലോ അരിയൊക്കെ കഴുകി റൈസ് കുക്കറിലിട്ടു. ഈ അരിക്ക് നല്ല വേവാണ്, ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാര്യം അരി വെന്തില്ല, ഞാൻ പിന്നെ സ്കൂളിൽ കൊണ്ട് കൊടുക്കേണ്ടി വന്നു ചോറ്. അങ്ങനെ ഇരട്ടിപ്പണിയാവുന്നുണ്ട്. അപ്പോഴൊന്നും എൻ്റെ ജോലി നടക്കത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ നേരത്തെ വേവിക്കാമെന്ന് വെച്ചു. അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ട് റൈസ് കുക്കറിലൊക്കെ എടുത്തു വെച്ചു. ഇന്നത്തെ കാര്യം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.